നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ദ എംബറർ എനർജിയാണ്. അതായത് ഈ റിലേഷനിൽ എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് വേണം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനോ അവർ തയ്യാറാവുന്നില്ല. അത് ഈ റിലേഷൻ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതലേ അങ്ങനെ തന്നെയാണ്. കാരണം അവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ അവർ എഫേർട്ട് ഇടാതെ എപ്പോഴും നിങ്ങൾ ചേസ് ചെയ്യുക, നിങ്ങൾ എഫേർട്ട് ഇടുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ റിലേഷൻ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു രീതിയിൽ ഈ റിലേഷനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം അത്രയും തകർന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ റിലേഷനിൽ നിങ്ങൾ മാത്രം ഒരു ഗിവറായി മാറുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് മാത്രമേ ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നുള്ളൂ. അല്ലാതെ ഈ പേഴ്സൺ എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് എന്നോട് താല്പര്യം ഇല്ല എന്നുള്ളൊരു രീതിയിൽ ആ ഒരു മാനസികാവസ്ഥയിലോട്ട്, ആ ഒരു വിഷമത്തിലോട്ടാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഇവരാണെങ്കിൽ ഇവരുടെ ഇമോഷൻസ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുകയില്ല. അപ്പൊ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവരുടെ സ്നേഹം എത്രമാത്രം ഉണ്ട്, ഇവർക്ക് നിങ്ങളോട് എത്രമാത്രം താല്പര്യമുണ്ട്, എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവർ ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാവാതെ റിലേഷൻ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ദ ടവർ മൊമെന്റ് ആണ്. ഇപ്പോഴീ റിലേഷനിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പം ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു ആക്ഷൻ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഈ റിലേഷനിൽ അത്രയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഈ സംഭവിച്ച സംഭവത്തിനൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഈ ഒരു പ്രശ്നം വന്ന് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു എഫേർട്ട് ഇടട്ടെ, അല്ലെങ്കിൽ അവർ ഈ റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൊടുത്ത് മാറി നിൽക്കുവാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് ഒരു ആക്ഷൻ ഇടണോ, ഇനി ഞാനായിട്ടൊരു ഡിസിഷൻ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന എനർജിയാണ്. പക്ഷെ അവർ ആക്ഷൻ ഇടുന്നൊന്നുമില്ല, പക്ഷെ അവർ ആലോചിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്, ഞാനായിട്ട് ഒരു ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഈഗോ ഒരു ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ റിലേഷനിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു മടി അവർക്കുണ്ട്, ഈഗോ കാരണം. പക്ഷെ എന്നാലും അവര് തിങ്ക് ചെയ്യുന്നുണ്ട് റിലേഷൻ, ഞാനൊരു ആക്ഷൻ ഇടണോ വേണ്ടയോ എന്നുള്ള ഒരു ആലോചനയിലോട്ട് അവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. 7 ഓഫ് വാൻസ് എനർജിയാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് ഈ റിലേഷനിലോട്ട് വരാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളോട് അവരുടെ മനസ്സിൽ ഇതുവരെ അവർ ഹൈഡ് ചെയ്ത് നിർത്തിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് അധികം എക്സ്പ്രസ് ചെയ്യാതിരുന്ന ആ ഒരു സ്നേഹം അവരെ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അത് ഒരുപാട് അവര് ആ ഒരു റൊമാൻറ്റിക് ആയിട്ട് പെരുമാറിയില്ലെങ്കിലും അവർ ഈ റിലേഷനിൽ അവരായിട്ട് തന്നെ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ സംസാരിക്കാൻ വരിക, അവരായിട്ട് തന്നെ കോണ്ടാക്റ്റിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. അവരാകെ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ലാതെയാണ് അവരിയ്ക്കുന്നത്. കാരണം ഇവിടെ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷനിലോട്ട് തിരികെ വരണം, എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. എന്നാലും ഈഗോ കാരണം ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ അത് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യണോ, ചെയ്താൽ എൻ്റെ ഇമേജ് പോവോ, എനിക്കൊരു വാല്യൂ ഇല്ലാണ്ടാവോ, ഞാൻ ചെന്നാൽ എന്തായിരിക്കും സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ട് അവരുടെ ഈഗോ ഹേർട്ട് ആവോ എന്നുള്ള ആ ഒരു ഈഗോ ഹേർട്ട് ആവും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നം കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഈ റിലേഷനോട് തിരികെ വരാതിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവര് അത്രയും ഡിസ്റ്റർബ്ഡ് ആണ് നിങ്ങളില്ലാത്തതിന്റെ ഒരു മിസ്സിങ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്.
ത്രീ ഓഫ് സോഴ്സ് എനർജിയാണ്. അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എന്തൊക്കെ ആയാലും എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല, കോണ്ടാക്റ്റിലോട്ട് വരാം, സംസാരിക്കാം, ആളായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷനിലോട്ട് വരാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫോർ ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങളാണെങ്കിൽ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്ട് വരില്ല, എല്ലാം ഇതോടുകൂടി അവസാനിച്ചു, ഈ ഒരു റിലേഷൻ ഇവിടെ എൻഡായി പോയി എന്നുള്ള രീതിയിൽ അത്രയും വിഷമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ റിലേഷൻ എനിക്കിനി ഈ ഒരു റിലേഷനിലൊരു ഫ്യൂച്ചർ ഇല്ല, നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. കാരണം എപ്പോഴും നിങ്ങളായിട്ട് അങ്ങോട്ട് ചേസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഉണ്ടാവാറ്. അപ്പൊ ഈ പേഴ്സൺ ഇങ്ങോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയോ നിങ്ങൾക്കില്ല. ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. ദ ഹെർമിറ്റ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അവർ ഈ റിലേഷന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഈ റിലേഷനിൽ പ്രത്യേകിച്ച് എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇനി അവരായിട്ടൊരു ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഇനിയും നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് സോഴ്സ് എനർജിയാണ്. അവരൊരു ആക്ഷൻ ഇടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇനിയും മാറി നിൽക്കാൻ പാടില്ല, ഇനി ഒരു കോണ്ടാക്റ്റിലോട്ട് വരാം, ആളായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ഹെൽത്ത് ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി അവർ ഓക്കെ ആയി വരുന്നു എന്നുള്ളതാണ് കേട്ടോ. വിഷു കഴിഞ്ഞിട്ടും പടക്കം പൊട്ടലൊന്നും കഴിഞ്ഞിട്ടില്ല. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കാണിക്കുന്നത്. ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് ഈ റിലേഷൻ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, നിങ്ങളെ പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്ന രീതി, അതിൽ നിന്നൊരു ചേഞ്ച് എന്തായാലും മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പാലക്കാട്, ഫെബ്രുവരി, മലപ്പുറം, കൊല്ലം, ഡിസംബർ, ഭരണി, മൂലം, സെപ്റ്റംബർ, മകീര്യം, പൂയം, മാർച്ച് 1997, ജൂൺ, കാസർഗോഡ്, ഒക്ടോബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.